ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, നമ്മുടെ 8th CBSE അഗ്രികൾച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഉണ്ട്. സോഷ്യൽ സയൻസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ കൺഫ്യൂസിംഗ് ഒക്കെ മേ ബി മക്കൾക്ക് വരുന്ന ചാപ്റ്ററാണ്. അത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലോടാ. ഓക്കെ, അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ദ ടേഴ്ഷ്യറി സെക്ടർ എന്ന് പറയും അല്ലെ. 3എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാലോ. പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് അവിടെ നാച്ചുറൽ റിസോഴ്സസ് ഡയറക്ട്ലി കൺസ്യൂംഡ്. നമ്മൾ നാച്ചുറൽ റിസോഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഏത് വിളിക്കാം? പ്രൈമറി സെക്ടർ എന്ന് വിളിക്കാം. അവിടെ നമ്മൾ ചെയ്യുന്നത് നാച്ചുറൽ റിസോഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറയുന്ന ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് പ്രൈമറി സെക്ടർ എന്ന് വിളിക്കാം. ഇറ്റ്സ് ആൾസോ നോൺ ആസ് അഗ്രികൾച്ചറൽ സെക്ടർ. ഇത് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരും കൂടിയാണ് എന്ത്? അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് വിളിക്കാറുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു അഗ്രികൾച്ചർ എന്നുള്ള. അഗ്രികൾച്ചറിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്? അഗ്രികൾച്ചർ സെക്ടർ എന്ന് വിളിക്കാം. ദെൻ വി ആർ മൂവിങ് ടു ദ സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടറിൽ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ പ്രൈമറി സെക്ടറിൽ കിട്ടുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് വി ഹാവ് യൂസിങ് ദ പ്രൊഡക്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുക. This is give more importance to industry. ഇതെന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇൻഡസ്ട്രിക്കാണ് കൊടുക്കുന്നത്. ഇൻഡസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. സെക്കൻഡറി സെക്ടർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കാറുണ്ട്. ദെൻ വി ആർ മൂവിങ് ടു ദ ടേഴ്ഷ്യറി സെക്ടർ. ടേഴ്ഷ്യറി സെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗീവ് ദ പ്രയോറിറ്റി ടു ദ സർവീസ്. സർവീസിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സർവീസ് സെക്ടർ. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കാറുണ്ട്? സർവീസ് സെക്ടർ എന്ന് വിളിക്കാറുണ്ട്. സോ ഇവിടെ നമ്മൾ 3 പറഞ്ഞു: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടേഴ്ഷ്യറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൾസോ നോൺ ആസ് അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടർ എന്നാണ് വിളിക്കുക. The natural resources were directly utilized. നാച്ചുറൽ റിസോഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാണ്. മൈനിങ് എക്സാമ്പിൾ പറയാം, ക്വാറിയിങ് എക്സാമ്പിൾ പറയാം. അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ പറയാൻ പറ്റുന്നതാണ്. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞ സമയത്ത് ഇറ്റ്സ് ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഫാക്ടറീസുകൾ വരാം. അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നാണ് വിളിക്കാറുള്ളത്. ആൻഡ് വി ആർ മൂവിങ് ടു ദ ടേഴ്ഷ്യറി സെക്ടർ. ഇറ്റ്സ് ആൾസോ നോൺ ആസ് എ സർവീസ് സെക്ടർ. ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സിന് വരാം, ഇപ്പൊ ഹോസ്പിറ്റലുകൾ വരാം, സ്കൂളുകൾ വരാം. ദീസ് ഓൾ ആർ ദ എക്സാമ്പിൾസ് ഫോർ ദാറ്റ്. ഇതിനുള്ള എക്സാമ്പിൾസുകൾ അതാ. ഇത് മാത്രമല്ലല്ലോ ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഇവിടെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിന്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. അതാണ് ഈ ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് ആക്കിയിട്ട് തന്നാലോ? വേണോ? യെസ്, വേണം അല്ലേ. നമുക്കിതാ ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് we have to classify into the 3 intensive substance of farming, shifting cultivation and nomadic herding എന്ന് പറയുന്ന 3 രീതിയിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റൻസീവ് സബ്സ്റ്റൻസ് ഓഫ് ഫാമിംഗ് എന്ന് പറയുന്ന സമയത്ത് we can cultivate in the small land. വളരെ ചെറിയ ലാൻഡിൽ മാത്രമാണ് നമ്മൾ കൾട്ടിവേഷൻ നടക്കുന്നത്. ബട്ട് മോർ ലേബേഴ്സ്, ഒരുപാട് ലേബേഴ്സ് ഉണ്ടായിരിക്കും. കാരണം they wanted to feed a huge population. വലിയൊരു പോപ്പുലേഷൻ അവർക്ക് ഫീഡ് ചെയ്യണം. ബട്ട് they have only the few land. അവരുടെ കയ്യിൽ കുറച്ച് ലാൻഡേ ഉള്ളൂ. ആ കുറച്ച് ലാൻഡ് ഏരിയയിൽ നല്ല രീതിയിൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്, നമ്മളെ പെസ്റ്റിസൈഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ട്, ഫെർട്ടിലൈസേഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് കൾട്ടിവേഷൻ നടത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇന്റൻസീവ് സബ്സ്റ്റൻസ് ഓഫ് ഫാമിംഗ് എന്ന് വിളിക്കാം. ഇന്റൻസീവ് സബ്സ്റ്റൻസ് ഓഫ് ഫാമിംഗ് എന്ന് വിളിക്കാം. ദെയർ മെയിൻ ക്രോപ്സ് ഈസ് ദ ക്രോപ്പ്. അവരെന്താണ്? റൈസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാറുള്ളത്. പ്രധാനമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ സൗത്ത് ആൻഡ് ഈസ്റ്റ് ഏഷ്യ. സൗത്ത് ഏഷ്യയിലും ഈസ്റ്റ് ഏഷ്യയുടെ ഒക്കെ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ട് കൾട്ടിവേഷൻ നടക്കുന്നത്. Second one is shifting cultivation, also known as slash burn agriculture. Shifting cultivation എന്ന് വിളിക്കും. അതുപോലെ തന്നെ അതിനെ വിളിക്കുന്ന പേരാണ് സ്ലാഷ് ബേൺ അഗ്രികൾച്ചർ എന്ന് വിളിക്കും. That means we are cultivating in an area. ഒരു ഏരിയയിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു. Then we are abandoning that land. ആ ലാൻഡിൽ നിന്ന് അബാൻഡിങ് ഒഴിവാക്കുന്നു. We have to find a new land. പുതിയ പീസ് ഓഫ് ലാൻഡ് കണ്ടെത്തുന്നു. അവിടെ ഡീഫോറസ്റ്റേഷൻ, മരങ്ങളെല്ലാം വെട്ടിമുറിക്കുന്നു. ആൻഡ് ദ ബേണിംഗ് ദ ട്രീസ്, അവിടുത്തെ മരങ്ങളെല്ലാം തീയിടുന്നു. ആൻഡ് ദേ ആർ സ്റ്റാർട്ടിങ് ദ കൾട്ടിവേഷൻ. അവിടെ കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത അവിടുന്ന് ഹാർവസ്റ്റ് കഴിഞ്ഞ ശേഷം ദേ ആർ ഫൈൻഡ് ഔട്ട് ഇൻ ദ ന്യൂ ലാൻഡ്. എന്ന് വെച്ചാൽ ഒരു ലാൻഡ് കണ്ടെത്തുക, ആ ലാൻഡ് എന്ത് ചെയ്യുന്നു? അവിടുത്തെ മരങ്ങൾ വെട്ടിമുറിക്കുക, അവിടെ തീയിട്ട ശേഷം അവിടെ കൃഷി നടത്തുക. കൃഷി എല്ലാം നടത്തിയിട്ട് അവിടെ വിളവ് കിട്ടിയ ശേഷം, ഹാർവസ്റ്റ് ചെയ്ത ശേഷം പുതിയ ലാൻഡ് കണ്ടെത്തുന്നു. The same repeating them. This is slash burn അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. We are shifting one place to another place. അതിനെയാണ് സ്ലാഷ് ബേൺ അഗ്രികൾച്ചർ എന്ന് വിളിക്കുക. ടെമ്പററി ലാൻഡ് യൂസ് ആണ് അതിന്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുക. കുറച്ചു കാലം മാത്രമേ ഒരു ലാൻഡിൽ കൾട്ടിവേഷൻ നടക്കാറുള്ളൂ. ഇത് പ്രധാനമായിട്ടും നടക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആമസോൺ ഫോറസ്റ്റ് ഏരിയയില്, രണ്ടാമത്തെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് കൺട്രി ഏരിയാസിലുണ്ടല്ലോ, അവിടെയാണ് കൾട്ടിവേഷൻ നടക്കുന്നത്. തേർഡ് വൺ ഈസ് നൊമാഡിക് ഹേർഡിങ് എന്ന് വിളിക്കും. ആക്ച്വലി നൊമാഡിക് ഹേർഡിങ് എന്ന് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് അഗ്രികൾച്ചർ തന്നെയാണ്. ബട്ട് ഹിയർ ഈസ് ആനിമലിനെയാണ് അഗ്രികൾച്ചർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഷീപ്പ് പോലെയുള്ള സാധനങ്ങൾ, ആനിമൽ മൂവ്മെന്റ് ഫോർ ദ ഫോർഡർ എന്ന് വെച്ചാൽ ആനിമൽസ് എന്ത് വേണം?
തീറ്റ വേണമല്ലോ. ഈ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ ട്രാവൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഡെസേർട്ട് ഏരിയാസിലാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. ഈ ട്രാവൽ ചെയ്തിട്ട് ഇവർ അവരുടെ ഫോഡറിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്നതിനാണ് നൊമാഡിക് ഹേർഡിങ് എന്ന് വിളിക്കുക. നൊമാഡിക് എന്ന് ആക്ച്വലി വിളിക്കാറുള്ളത് നാടോടി എന്നാണ് വിളിക്കുക. അവർ നാടോടികളാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിന്നും അവരിങ്ങനെ ഇവരുടെ ആടുകളെയും പശുവിനെയും എല്ലാം കൂടെ ആയിട്ട് ഇവരെ തൊഴിച്ചിട്ട് ഇവർ കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ ആണ് ഉണ്ടാവാറുള്ളത്. ഇറ്റ്സ് വി ക്യാൻ സീൻ ഇൻ ദ സഹാറ, രാജസ്ഥാൻ, ദീസ് ഓൾ ആർ ഏരിയാസ് അണ്ടർ ദ ഡെസേർട്ട് ഏരിയയിലാണ് വരുന്നത്. ഇനി മറ്റൊരു രീതിയിൽ നമ്മൾ അഗ്രികൾച്ചർ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ പറയാൻ പറ്റുന്ന മറ്റൊന്നാണ്. അഗ്രികൾച്ചറിന്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് കൊമേഴ്ഷ്യൽ ഗ്രെയിൻ ഫാമിങ്, മിക്സ്ഡ് ഫാമിങ് ആൻഡ് ദ പ്ലാന്റേഷൻ ഫാമിങ്. ദിസ് ആർ 3 ടൈപ്സ്. കൊമേഴ്ഷ്യൽ ഗ്രെയിൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന സമയത്ത് തന്നെ മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോർ ദ മെയിൻ പർപ്പസ് ഫോർ ദ സെയിൽസ്. കച്ചവടമാണ് അവരുടെ ആവശ്യം. കച്ചവടം വേണമെങ്കിൽ വി ഹാവ് ടു കൾട്ടിവേറ്റ് മോർ ക്രോപ്പ്. ഒരുപാട് സാധനം എന്ത് ചെയ്യണം, കൾട്ടിവേറ്റ് ചെയ്യണം. ഹ്യൂജ് സാധനം കൾട്ടിവേറ്റ് ചെയ്യണം. സോ ദേ ആർ യൂസ് മെഷീനുകൾ അവർ യൂസ് ചെയ്യാറുണ്ട്. ലേറ്റസ്റ്റ് ടെക്നോളജി അവർ യൂസ് ചെയ്യാറുണ്ട്. ദേ ആർ കൾട്ടിവേറ്റ് ദ സിംഗിൾ ക്രോപ്പ് ഇൻ എ ലാൻഡിന് സിംഗിൾ ക്രോപ്പ് മാത്രമേ കൾട്ടിവേറ്റ് ചെയ്യാറുള്ളൂ. റീജിയൻ എവിടേക്കാണ്? നോർത്ത് അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് മെയിൻ ക്രോപ്പുകൾ വീറ്റ്, മെയ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ മിക്സ്ഡ് ഫാമിംഗ് എന്ന് പറഞ്ഞ സമയത്ത് വി ഹാവ് ടു കൾട്ടിവേഷൻ ദ ക്രോപ്സ് എറ്റ് ദ സെയിം ടൈം വി ഹാവ് ലൈഫ് സ്റ്റോക്സ്. നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളും ഉണ്ടായിരിക്കും നമ്മുടെ കൂടെ, അതേസമയം കൃഷിയും നമുക്ക് നടത്തുന്നുണ്ടായിരിക്കും. രണ്ടും കൂടെ ഒരുമിച്ചിട്ട് കൊണ്ടുപോകുന്നതിനെ വിളിക്കുന്ന പേരാണ് മിക്സ്ഡ് ഫാമിംഗ് എന്ന് വിളിക്കാറുള്ളത്. അത് യൂറോപ്പ്, USA, ഓസ്ട്രേലിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇതിന് പ്രധാനപ്പെട്ട ക്രോപ്സ് ഫുഡും ഫോഡറും ഉണ്ടായിരിക്കും. കാരണം മൃഗങ്ങൾക്ക് ഫോഡർ വേണം, നമുക്ക് ഫുഡും വേണം. സോ അതുകൊണ്ട് 2 ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അവിടെ മിക്സ്ഡ് ഫാമിങ്ങിന് ഉണ്ടാവാറുണ്ട്. ഇന്ന് പ്ലാന്റേഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്ലാന്റേഷൻ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക ഇപ്പം ടീ പ്ലാന്റേഷൻ, റബ്ബർ പ്ലാന്റേഷൻ എന്ന ഓർമ്മ വരിക. വി ഹാവ് ടു പ്ലാന്റ് a tree or we have to plant a single crop. ഒരു സിംഗിൾ ക്രോപ്പ് വലിയ ഏരിയയിൽ കൾട്ടിവേഷൻ നടത്തുന്നതിന് വിളിക്കുന്ന പേരാണ് പ്ലാന്റേഷൻ ഫാമിംഗ് എന്ന് വിളിക്കുക. ഇറ്റ്സ് വി ക്യാൻ ദ ട്രോപ്പിക്കൽ റീജിയനിലാണ് പ്രധാനമായിട്ടും കാണാറുള്ളത്. ടീ, കോഫി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാവാറുള്ളത്. ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ടീ, കോഫി, റബ്ബറൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്ലാന്റേഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ഷോർട്ട് തിങ് ഫ്രം ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സാധനമാണ്. ഇത് മാത്രമല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നമുക്ക് ഇതുപോലത്തെ അടുത്തൊരു വീഡിയോ ആയാലോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ യെസ് സർ ഒന്ന് കമന്റ് ഇട്ടടാ. സോ ടാറ്റാ ബൈ, സീ യു ഓൾ.